159 വർഷങ്ങൾക്ക് ശേഷം 2182 ഭൂമിയെ ഇടിക്കാൻ സാധ്യതയുള്ള ഛിന്നഗ്രഹത്തെ തടുക്കുവാനുള്ള ശ്രമങ്ങളിലാണ് തങ്ങളെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. 2182 സെപ്റ്റംബർ 24 ഇത് ഭൂമിയെ ലക്ഷ്യമിട്ടെത്തുക. ബെന്നു എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഛിന്നഗ്രഹം ഭൂമിയിൽ പതിക്കുവാനുള്ള സാധ്യത 2700 1 മാത്രമാണെന്ന് നാസ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അപകട സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് നാസയുടെ ശ്രമം. ഇതിന്റെ ഭാഗമായി 7 വർഷം മുൻപ് ബെന്നുവിലേക്ക് നാസ ഉപഗ്രഹം അയച്ചിരുന്നു. ദുരന്തം ഒഴിവാക്കുന്നതിന് സഹായിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാമെന്ന പ്രതീക്ഷയിലാണ് നാസ ബെന്നുവിലേക്ക് ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത്. 1999 ബെന്നുവിനെ കണ്ടെത്തിയതെന്ന് നാസ അറിയിച്ചു. ഓരോ 6 വർഷം കൂടുമ്പോഴും അത് ഭൂമിയോട് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ വലിപ്പമുള്ള ഈ ഛിന്നഗ്രഹത്തിന് 22 ആറ്റമിക് ബോംബുകളുടെ പ്രഹരശേഷിയാണുള്ളത്. 2020 നാസ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമായ ഒസിരിസ് റെക്സ് ബെന്നുവിന്റെ ഉപരിതലത്തിൽ പോയി പാറയ്ക്ക് സമാനമായ വസ്തു ശേഖരിച്ചു. ഈ സാമ്പിൾ ശേഖരിച്ച സ്ഥലം നൈറ്റിംഗേൽ എന്നാണ് അറിയപ്പെടുന്നത്. ബെന്നുവിന് 4.5 ബില്യൺ വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. നേരത്തെ ഇത് 1999 RQ-36 എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 2013 ഛിന്നഗ്രഹത്തിന്റെ പേര് ബെന്നുവെന്ന് പുനഃനാമകരണം ചെയ്യുകയായിരുന്നു. ബെന്നു ഛിന്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ തങ്ങൾ 7 വർഷമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നാസ അറിയിച്ചു. ഇതിന്റെ അവസാനവട്ട ശ്രമത്തിലാണ് തങ്ങളുള്ളതെന്നും അവർ കൂട്ടിച്ചേർത്തു. ബെന്നു ഛിന്നഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലെത്തിച്ച സാമ്പിളുകളിൽ ഉയർന്ന അളവിൽ കാർബണിന്റെയും ജലത്തിന്റെയും സാന്നിധ്യം നാസ കണ്ടെത്തിയിരുന്നു. സാമ്പിളുകളുടെ ചിത്രം നാസ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഭാവിയിൽ ഭൂമിയിലെ ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് ബെന്നു സാമ്പിളുകൾ ശാസ്ത്രജ്ഞരെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നാസ അറിയിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.